ഒറ്റക്കൊമ്പൻ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ആട് 3 ടീസർ വരുന്നു. ചത്ത പച്ച സിനിമയുടെ റിവ്യൂ പരിശോധിക്കാം. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യാനിരിക്കുന്ന L366 എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് നാളെ തുടക്കമാവും. തൊടുപുഴ, മൂവാറ്റുപുഴ, എറണാകുളം, ഇടുക്കി എന്നിവിടങ്ങളിലായിട്ടാവും L366ന്റെ ഷൂട്ടിംഗ് വർക്കുകൾ നടക്കുക. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ തരുൺമൂർത്തി കോംബോ വീണ്ടും ഒന്നിക്കുന്ന ഈ ചിത്രത്തിന് മികച്ച ഒരു ടെക്നിക്കൽ ക്രൂ തന്നെ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിനിമയുടെ ഷൂട്ട് നാളെ ആരംഭിക്കുമെങ്കിൽ പോലും ലാലേട്ടൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യുന്നത് വരുന്ന ഫെബ്രുവരി മാസത്തിലാവും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സന്ദീപ് പ്രദീപിനെ നായകനാക്കി അഭിജിത്ത് ജോസഫ് സംവിധാനം ചെയ്തു വരുന്ന ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ സിനിമയാണ് കോസ്മിക് സാംസൺ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് വേണ്ടി സോഫിയ പോൾ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ രണ്ടാം ഘട്ട ചിത്രീകരണത്തിന് നാളെ കോയമ്പത്തൂരിൽ വെച്ച് തുടക്കമാവും. കോയമ്പത്തൂരിന് പിന്നാലെ പളനിയിലും ഈ സിനിമയ്ക്ക് ഒരു ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. മിന്നൽ മുരളി എന്ന സിനിമയ്ക്ക് സ്റ്റണ്ട് ഒരുക്കിയിട്ടുള്ള വ്ളാഡ് റിംബർഗ് ആണ് കോസ്മിക് സാംസന് സ്റ്റണ്ട് ഒരുക്കുന്നതും. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ വർമ്മ സംവിധാനം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ സിനിമയാണ് ബേബി ഗേൾ. ക്രിസ്മസ് രാത്രിയിൽ തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു നവജാത ശിശുവിനെ കാണാതാവുന്നതും തുടർന്ന് കേരള പോലീസ് ഒറ്റ രാത്രി കൊണ്ട് ആ കുട്ടിയെ കണ്ടുപിടിക്കുന്നതുമാണ് ഈ സിനിമയുടെ പ്രമേയമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. ട്രാഫിക്, മുംബൈ പോലീസ് പോലുള്ള സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ സഞ്ജയ് ബോബി ടീമാണ് ബേബി ഗേളിന് തിരക്കഥയൊരുക്കുന്നതും. നിർമ്മാണം മാജിക് ഫ്രെയിംസിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ. സെൻസർ ബോർഡിൽ നിന്നും യു സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുന്ന ബേബി ഗേളിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 6 മിനിറ്റും. നാളെ മുതൽ ബേബി ഗേൾ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. മഹേഷ് ബാബു, പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് വാരണാസി. നിലവിൽ ഷൂട്ടിംഗ് വർക്കുകൾ നടന്നു വരുന്ന വാരണാസിയിലെ പൃഥ്വിരാജിന്റെ പോർഷൻസിന്റെ ചിത്രീകരണം വരുന്ന ഓഗസ്റ്റ് മാസത്തോടെ പൂർത്തിയാവുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് സെപ്റ്റംബർ മാസത്തിൽ സിനിമയുടെ പൂർണ്ണമായ ചിത്രീകരണവും മൂവി ടീം പൂർത്തീകരിക്കുകയും ചെയ്യും. പിന്നീട് 2027 ഏപ്രിൽ മാസത്തിൽ 30-ലധികം ഭാഷകളിൽ വേൾഡ് വൈഡായി വാരണാസി റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. വിദേശ രാജ്യങ്ങളിൽ വാരണാസി റിലീസിനെത്തിക്കുന്നത് അവതാർ സിനിമകളുടെ സംവിധായകനായ ജെയിംസ് കാമറൂൺ ആണ്. ലാലേട്ടനെ നായകനാക്കി മേജർ രവി വീണ്ടും ഒരു ആർമി സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് കുറച്ച് നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. വെറും ഒരു റൂമർ എന്നതിനേക്കാൾ ഉപരി സംവിധായകൻ മേജർ രവി തന്നെ ഈ ഒരു വാർത്ത കൺഫേം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു പ്രോജക്ട് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയിട്ടുള്ള ഈ സിനിമയുടെ തിരക്കഥ ലാലേട്ടൻ കേട്ട ശേഷം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വരികയും ലാലേട്ടൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ മേജർ രവി ഈ സിനിമ ഡ്രോപ്പ് ചെയ്തെന്നുമാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ശിവകാർത്തികേയൻ, രവിമോഹൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധാ കൊങ്കര സംവിധാനം ചെയ്ത പരാശക്തി എന്ന ചിത്രം ആ സിനിമയുടെ തിയേറ്റർ റൺ അവസാനിപ്പിച്ച് വാഷൌട്ടിലേക്ക് എത്തിയിരിക്കുന്നു. സിനിമയുടെ ഏരിയ ബേസിലുള്ള ടോട്ടൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ പരാശക്തിയുടെ ടോട്ടൽ തമിഴ്നാട് കളക്ഷൻ 50,96,00,000 രൂപ, കേരള കളക്ഷൻ 1,29,00,000 രൂപ, കർണാടക കളക്ഷൻ 4,45,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 70,00,000 രൂപ, ഓവർസീസ് കളക്ഷൻ 23,55,00,000 രൂപ, ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 82,10,00,000 രൂപ. 150 കോടി ബഡ്ജറ്റിലെത്തിയ പരാശക്തി തിയേറ്ററുകളിൽ ഡിസാസ്റ്ററായി മാറിക്കഴിഞ്ഞു. ബിജു മേനോൻ, ജോർജ് ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ഈ വരുന്ന ജനുവരി 30 റിലീസ് തീരുമാനിച്ചിരുന്ന വലതുവശത്തെ കള്ളന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതായി ചില വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ലെന്നും വരുന്ന ജനുവരി 30 തന്നെ വലതുവശത്തെ കള്ളൻ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും പുതിയൊരു പോസ്റ്റർ പുറത്തിറക്കി മൂവി ടീം തന്നെ റിലീസ് തീയതി കൺഫേം ചെയ്തിട്ടുണ്ട്. അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത് മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഒരു തെലുങ്കു പാൻ ഇന്ത്യൻ സിനിമാ സീരീസ് ആണ് പുഷ്പ. ഓൾറെഡി പുഷ്പ ദി റൈസ്, പുഷ്പ ദി റൂൾ എന്ന പേരിൽ 2 സിനിമകൾ ഈ സീരീസിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സംവിധായകൻ സുകുമാർ പുഷ്പയുടെ 3ാം ഭാഗത്തിന്റെ വർക്കുകൾ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ അല്ലു അർജുൻ കേന്ദ്ര കഥാപാത്രമായി വരാനിരിക്കുന്ന പുഷ്പ 3യിൽ അല്ലുവിനൊപ്പം ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനും വളരെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന സിനിമയാണല്ലോ ദൃശ്യം 3. ലാലേട്ടനൊപ്പം മീന, സിദ്ദിഖ്, ആശ ശരത്ത്, മുരളി ഗോപി തുടങ്ങി വമ്പൻ താരനിര ഒന്നിക്കുന്ന ദൃശ്യം 3യിൽ 12th മാൻ, നേര് എന്നീ സിനിമകളിൽ ലാലേട്ടനും ജിത്തു ജോസഫിനും ഒപ്പം പ്രവർത്തിച്ച ശാന്തി മായാദേവിയും ദൃശ്യം 3യിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ദൃശ്യം 3യിലെ തന്റെ ഡബ്ബിംഗ് വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായെന്ന് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ശാന്തി മായാദേവി തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. വരുന്ന ഏപ്രിൽ മാസം 2 ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തും. ധനുഷ്, കൃതി സനോൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ബോളിവുഡ് റൊമാന്റിക് ത്രില്ലർ സിനിമയാണ് തേരെ ഇഷ്ക് മേം. തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ധനുഷ് ചിത്രം ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണി മുതൽ തേരെ ഇഷ്ക് മേം നെറ്റ്ഫ്ലിക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും.
പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പാൻ ഇന്ത്യൻ സിനിമയാണ് സ്പിരിറ്റ്. ഇന്നിപ്പോൾ സ്പിരിറ്റ് സിനിമയുടെ കഥ എന്ന തരത്തിൽ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. ആ ഒരു പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഗ്യാങ്സ്റ്ററായ തന്റെ അച്ഛന്റെ സാമ്രാജ്യം പിടിച്ചടക്കാൻ മകനായ പ്രഭാസ് നടത്തുന്ന ശ്രമങ്ങളും അതിനെ തടയാനെത്തുന്ന അച്ഛന്റെ ജാരസന്തതിയായ ഡോൺലി അവതരിപ്പിക്കുന്ന കഥാപാത്രവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് സ്പിരിറ്റിന്റെ കഥയെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ പ്രഭാസിന്റെ സഹോദരനായി വിജയ് ദേവരക്കൊണ്ടയും സ്പിരിറ്റിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. വരുന്ന 2027 മെയ് മാസം 5-ാം തീയതി സ്പിരിറ്റ് പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഐ നോബഡി. ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം നിലവിൽ എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി നടന്നു വരുന്നു. പൃഥ്വിരാജിനൊപ്പം പാർവതി, സുരാജ് വെഞ്ഞാറമ്മൂട്, ലുക്മാൻ, അശോകൻ, വിനയ് ഫോർട്ട് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ഇന്ന് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ സംവിധായകൻ നിസാം ബഷീറും ഐ നോബഡിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നും ഈ ഒരു പോർഷൻസ് സംവിധാനം ചെയ്യുന്നത് ഖാലിദ് റഹ്മാൻ ആയിരിക്കുമെന്നുമാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി സുപ്രിയ മേനോൻ നിർമ്മിക്കുന്ന ഐ നോബഡി വരുന്ന മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ റിലീസിനെത്തും. പോർത്തൊഴിൽ എന്ന സിനിമയ്ക്ക് ശേഷം ധനുഷിനെ നായകനാക്കി വിഘ്നേഷ് രാജ സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ഡ്രാമ മൂവിയാണ് കര. ചിത്രത്തിന്റെ ഒഫീഷ്യൽ കാസ്റ്റ് ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ധനുഷിനൊപ്പം മമിത ബൈജു, ജയറാം, സുരാജ് വെഞ്ഞാറമ്മൂട്, MS ഭാസ്കർ, KS രവികുമാർ, കരുണാസ് തുടങ്ങിയവരാണ് കര എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. വരുന്ന ഏപ്രിൽ മാസം കര തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഷൂട്ടിന് നാളെ തുടക്കമാവുകയാണ്. നാളെ രാവിലെ 10:30 നടക്കാനിരിക്കുന്ന പൂജ ചടങ്ങോടെയാണ് സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കുക. ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനവും നാളെ പുറത്തു വരും. മമ്മൂക്കയ്ക്കൊപ്പം അനുസിത്താര, സിദ്ദിഖ്, ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരും ഈ സിനിമയിൽ പങ്കാളികളാവുന്നുണ്ട്. ജയസൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഒരു കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് ആട് 3. ജയസൂര്യയ്ക്കൊപ്പം ധർമ്മജൻ, വിനായകൻ, സൈജു കുറുപ്പ്, വിജയ് ബാബു, ഇന്ദ്രൻസ് തുടങ്ങി വമ്പൻ താരനിര ഒന്നിക്കുന്ന ആട് 3യുടെ ടീസർ റിലീസിനൊരുങ്ങുന്നു. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വരുന്ന ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ആട് 3യുടെ ഒഫീഷ്യൽ ടീസർ പുറത്തിറക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി വിജയ് ബാബുവും കാവ്യ ഫിലിംസിന് വേണ്ടി വേണു കുന്നപ്പള്ളിയും ചേർന്ന് നിർമ്മിക്കുന്ന ആട് 3 വരുന്ന മാർച്ച് മാസം 19-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിക്കൊപ്പം ഇന്ദ്രജിത്ത് സുകുമാരൻ, കബീർ ദുഹാൻ സിംഗ്, വിജയരാഘവൻ, ജോണി ആന്റണി, ദിവ്യാപിള്ള എന്നിവരും ഒറ്റക്കൊമ്പനിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് മാത്രവുമല്ല, മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ഒറ്റക്കൊമ്പനിൽ ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്യും. ലാലേട്ടന്റെ കാമിയോ വേഷം ഉൾപ്പെടെയുള്ള ചിത്രീകരണം വരുന്ന ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ മലേഷ്യയിൽ വെച്ച് ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഇതിനിടയിൽ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. കൃത്യസമയത്ത് ചിത്രീകരണം പൂർത്തിയായെങ്കിൽ വരുന്ന ഏപ്രിൽ മാസം വിഷു റിലീസായി ഒറ്റക്കൊമ്പൻ റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു മൂവി ടീം. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വരുന്ന ഓഗസ്റ്റ് മാസത്തിലാവും ഒറ്റക്കൊമ്പൻ റിലീസിനെത്തുക. ഇനി നമുക്ക് ചത്താപ്പച്ച സിനിമയുടെ റിവ്യൂ ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ 30കളുടെ അവസാനത്തിൽ നിൽക്കുന്ന പ്രായമുള്ളവർക്ക് അവരുടെ ചെറുപ്പത്തിൽ സിനിമ മാത്രമായിരുന്നില്ല വിനോദം. ക്രിക്കറ്റും ഫുട്ബോളും കായിക മത്സരങ്ങളും നെഞ്ചിലേറ്റിയിരുന്നവർ അതിൽ തന്നെ WWE റെസ്ലിംഗിനോട് പ്രത്യേകമായ അടുപ്പവും ഇതിലെ താരങ്ങളോട് ആരാധനയുമുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു. ടിവിയിൽ റെസ്ലിംഗ് വരുമ്പോൾ ആർത്ത് വിളിച്ച് കൈയടിച്ച് കാണുകയും റെസ്ലിംഗ് താരങ്ങളുടെ പടമുള്ള കാർഡുകൾ ഉപയോഗിച്ച് കളിക്കുകയും ചെയ്തിരുന്ന വലിയൊരു വിഭാഗമുണ്ട് നമുക്കിടയിൽ. അന്ന് അവർ അനുഭവിച്ച അതേ ആവേശം വീണ്ടും ഇന്നത്തെ തലമുറയ്ക്ക് എത്തുകയാണ് ചത്താപ്പച്ച എന്ന ഈ ചിത്രത്തിലൂടെ നവാഗത സംവിധായകനായ അദ്വൈത് നായരും തിരക്കഥാകൃത്ത് സനൂപ് തൈക്കുടവും ചേർന്ന് ഇടിയുടെ പൊടിപൂരം ഉടനീളം കാണാനാവുന്ന ചിത്രമാണ് ചത്താപ്പച്ച. കൊച്ചിയാണ് ചത്താപ്പച്ചയുടെ പ്രധാന പശ്ചാത്തലം. ഗാട്ടാ ഗുസ്തിക്ക് പേര് കേട്ട നാടാണ് കൊച്ചി. ഈ നാട്ടിലെ കോസ്റ്റ്യൂം ഗുസ്തി എന്ന പുതിയൊരു വിനോദവുമായി എത്തുന്ന ചെറുപ്പക്കാരുടെ കഥയാണ് ചത്താപ്പച്ചയിൽ പറയുന്നത്. സാവിയോ ലോബോ, ലിറ്റിൽ എന്നിവർ ആരംഭിക്കുന്ന കോസ്റ്റ്യൂം ഗുസ്തി ടീമിലേക്ക് സാവിയോയുടെ സഹോദരനായ വെട്രി ലോബോ കൂടി എത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. കോസ്റ്റ്യൂം ഗുസ്തി എന്ന വിനോദം ഇവരുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുവെന്നും റെസ്ലിംഗിനെ തികച്ചും സാധാരണക്കാരായ ഒരു പറ്റം ചെറുപ്പക്കാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുമാണ് ചിത്രം സംസാരിക്കുന്നത്. മണിയെന്നും വാൾട്ടറെന്നും പേരുള്ള 2 ഗുസ്തിക്കാർ ഉൾപ്പെടുന്ന തലമുറയുടെ പോരാട്ട വീര്യവും ചത്താപ്പച്ച ചർച്ച ചെയ്യുന്നുണ്ട്. ഗുസ്തിയുടെ ആവേശം പുതുതലമുറയെ എങ്ങനെ ആവേശം കൊള്ളിക്കുന്നുവെന്നും ചിത്രം എടുത്തു പറയുന്നു. അർജുൻ അശോകൻ, റോഷൻ മാത്യു, ഇഷാൻ ഷൌക്കത്ത്, വിശാഖ് നായർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ലോക്കോ ലോബോ, വെട്രി, ലിറ്റിൽ, ചെറിയാൻ എന്നിവരെ യഥാക്രമം അവതരിപ്പിക്കുന്നത്. ഈ 4 കഥാപാത്രങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് തുടക്കത്തിൽ തന്നെ ചിത്രം കാണിച്ചു തരുന്നുമുണ്ട്. കരിയറിൽ ഇതുവരെ ചെയ്യാത്ത വേഷങ്ങൾ തന്നെയാണ് അർജുൻ അശോകനും റോഷൻ മാത്യുവും അവതരിപ്പിച്ചിട്ടുള്ളത്. ആക്ഷൻ രംഗങ്ങളിൽ ഇരുവരുടെയും പ്രകടനം തിയേറ്ററുകളിൽ
കൈയടിപ്പിക്കുന്നുമുണ്ട്. രണ്ടുപേരും കരിയറിൽ തന്നെ ഇത്ര ഹെവിയായ ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്നത് വാൾട്ടർ എന്ന കഥാപാത്രമാണ്. ഓരോ കഥാപാത്രത്തിനും അവരുടെ മനസ്സിൽ വരുന്ന വാൾട്ടറെ കുറിച്ച് ഒരു ചിത്രമുണ്ടാവും. വാൾട്ടറെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാതെയോ ചിന്തിക്കാതെയോ ആ നാട്ടുകാരുടെ ഒരു ദിവസം പോലും കടന്നു പോകാറേയില്ല. ഒരു നാടിന്റെ രക്തത്തിൽ ഗുസ്തി എന്ന വികാരം കലരാൻ ഇടയാക്കിയ വ്യക്തിയാണ് വാൾട്ടർ. വാൾട്ടറായി മമ്മൂട്ടി എത്തുമ്പോൾ തിയേറ്റർ അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുന്നു എന്ന് തന്നെ പറയണം. മലയാളത്തിൽ പലതരം ആക്ഷൻ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി റെസ്ലിംഗ് കലർത്തിയ ആക്ഷനാണ് ചത്താപ്പച്ചയെ വേറിട്ടൊരു അനുഭവമാക്കി മാറ്റുന്ന ഘടകം. ആകെ മൊത്തത്തിൽ ലോജിക്കെല്ലാം മാറ്റിവെച്ച് തിയേറ്ററുകളിൽ ആഘോഷമാക്കാനുള്ള എല്ലാം തന്നെ സമ്മാനിക്കുന്ന ഒരു കിടിലൻ വൈബ് സിനിമ തന്നെയാണ് ചത്താപ്പച്ച.